എല്ലാവർക്കും സ്വാഗതം. വീണ്ടും നമ്മൾ MOPയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്. നിങ്ങളിത് കേട്ടിട്ട് മടുത്തിട്ടുണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ 31ാമത്തെ എപ്പിസോഡാണ്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇനി ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ക്വസ്റ്റ്യൻ പറയുമ്പോൾ തന്നെ ഞാൻ ആൻസർ പറയുന്നതിന് മുമ്പ് മുൻകൂട്ടി പറഞ്ഞു നോക്കാം. ഒക്കെ പറയാൻ പറ്റുന്നുണ്ടാവും. ഞാൻ എല്ലാം റിപ്പീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അഥവാ ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്താൽ അതിൻ്റെ ആൻസർ പറഞ്ഞു നോക്കാം. ചോദ്യത്തിലേക്ക് നേരിട്ട് കടക്കാം. പിന്നെ ക്വസ്റ്റ്യൻസ് കൂടുതൽ കേൾക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ലല്ലോ. ഞാൻ ഇപ്പോൾ വേണമെങ്കിൽ ഇവിടെ അവസാനിപ്പിക്കാം. ഒരുവിധം എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ്ഡ് ആണെന്ന് എനിക്ക് തോന്നുന്നു. എന്നാലും ഏതെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നമുക്ക് പരിചയമില്ലാത്ത ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടോ എന്നാണ് ഇപ്പം നോക്കുന്നത്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പം നിങ്ങൾ ഇത് കൃത്യമായിട്ട് ഇത്രയും പഠിച്ചിട്ടുണ്ട്, ഒരു 90 മാർക്കിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ആ ലെവലിൽ എത്തിയിട്ടുണ്ട് നമ്മൾ. ഓക്കെ, എന്നാൽ കുറച്ച് ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കാം. ഓക്കെ. ഒന്ന്, ഓഫീസിൽ ലഭിക്കുന്ന ഒരു ആശയവിനിമയം തീർപ്പാക്കുന്നത് വരെ ഒരു നമ്പർ നൽകി രേഖപ്പെടുത്തുന്നു. ഇതിനെ എന്ത് വിളിക്കുന്നു? അതായത് നമ്മളിത് മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഓഫീസിൽ ഒരു തപാല് ലഭിച്ചു. ആ തപാല് നമ്പർ, ഒരു കവർ, ഒരു ഫയല്, ഒരു പേപ്പർ, ഒരു അപേക്ഷ ലഭിച്ചു. അത് നമ്പർ ഇടുന്നത് വരെ അതിനെ തപാലെന്നാ വിളിക്കുക. എന്നാൽ നമ്പർ ഇട്ടതിന് ശേഷം അത് തപാലല്ല. നമ്പർ ഇട്ട് ഡിസ്പോസൽ ആകുന്നത് വരെ എന്ന് പറഞ്ഞാൽ തീർപ്പാകുന്നത് വരെ, ഫൈനൽ ഡിസ്പോസൽ വരെ അതിനെ എന്ത് വിളിക്കും? അതിനാണ് നമ്മൾ കറണ്ട് എന്ന് വിളിക്കുക. അത് കറണ്ട് ഫയലാണ്. നമ്പർ ഇട്ട് അന്തിമ തീരുമാനം ആകുന്നത് വരെ അത് കറണ്ടാണ്. ഓക്കെ. അപ്പോൾ തപാലും കറണ്ടും തമ്മിൽ മാറിപ്പോകരുത്. ഓക്കെ. അടുത്ത ചോദ്യം. ഓഫീസിലെ തപാൽ ഒരു ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യത്തിൽ തുറന്ന് തീയതി കുത്തുന്നു. ആരാണ് ഈ ഉദ്യോഗസ്ഥൻ? ആ ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യത്തിൽ തുറന്ന് തീയതി നമ്മൾ ഇടുകയാണ്. തീയതിയും ഡേറ്റും സീലൊക്കെ ഇടുകയാണ്. സാന്നിധ്യം ആരാ? ഓഫീസിന്റെ തലവനാണ്, ഹെഡ് ഓഫ് ഓഫീസാണ്. അടുത്ത ചോദ്യം. നിയമങ്ങൾ, റിപ്പോർട്ടുകൾ, ചട്ടങ്ങൾ തുടങ്ങിയ മുൻകാല രേഖകൾ പരിശോധിക്കുന്ന പ്രക്രിയയെ എന്ത് വിളിക്കുന്നു? മുൻകാല രേഖകൾ പരിശോധിക്കുക ഒരു തീരുമാനത്തിന് വേണ്ടിയിട്ടാണ്. ഈ ഫയല് ഒരു ഡിസ്പോസൽ ആക്കാൻ വേണ്ടി, തീർപ്പാക്കാൻ വേണ്ടിയിട്ടാണ് മുൻകാല ഫയലുകൾ, നിയമങ്ങൾ, ചട്ടങ്ങൾ, റിപ്പോർട്ടുകൾ എല്ലാം പരിശോധിക്കുന്നത്. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? അതിനാണ് റഫറൻസിങ് എന്ന് പറയുന്നത്. ഒരു ഓഫീസിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന ഫയലിന് കാരണമാകുന്നതുമായ റഫറൻസ്, അറേസിംഗ് റഫറൻസ് പറഞ്ഞതാണ്. അടുത്തത്, ഒരു കുറിപ്പ് എന്തിനെ സഹായിക്കുന്നു? ഒരു കുറിപ്പ് എന്തിനെ സഹായിക്കുന്നു? ഒരു കേസ് തീർപ്പാക്കുന്നതിനെ സഹായിക്കാനാണ് കുറിപ്പെഴുതുന്നത്. ഒരു കേസ് തീർപ്പാക്കുന്നതിനെ സഹായിക്കാൻ കുറിപ്പെഴുതുന്നു. ഓഫീസിൽ നിന്ന് പുറപ്പെടുവിച്ച ഒരു റഫറൻസിലുള്ള മറുപടിയോ അല്ലെങ്കിൽ നിലവിൽ തീർപ്പാക്കാത്ത കറന്റിനൊപ്പം ഫയൽ ചെയ്യേണ്ട പേപ്പറോ അതിനെ എന്താണ് വിളിക്കുന്നതെന്ന് ചോദിച്ചത്. ഓഫീസിൽ നിന്ന് പുറപ്പെടുവിച്ച ഒരു റഫറൻസിനുള്ള മറുപടി ആവാം, അല്ലെങ്കിൽ നിലവിൽ തീർപ്പാക്കാത്ത കറന്റിനൊപ്പം ഫയൽ ചെയ്യേണ്ട പേപ്പറോ ആണെങ്കിൽ അതിന് നമ്മൾ ഓൾഡ് കേസ് അല്ലെങ്കിൽ പഴയ കേസ് എന്നാ വിളിക്കുക. സെക്ഷൻ ക്ലർക്ക് തനിക്ക് ലഭിക്കുന്ന കറണ്ട് ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്റർ വഴി ലഭിച്ചു കഴിഞ്ഞാൽ ഏത് രജിസ്റ്ററിലാണ് രേഖപ്പെടുത്തേണ്ടത്? പേഴ്സണൽ രജിസ്റ്ററിൽ. അവസാനമായി ക്ലോസ് ചെയ്ത ഫയലും ഡാഷ് സ്ലിപ്പും റെക്കോർഡ് സെക്ഷനിലേക്ക് അയക്കുന്നു. ഏത് സ്ലിപ്പാണ് റെക്കോർഡ് സെക്ഷനിലേക്ക് അയക്കുന്നതെന്നാണ് ചോദിച്ചത്. ഫയലിന്റെ ഒപ്പം. അത് ഇൻഡെക്സ് സ്ലിപ്പാണ്. ഓക്കെ. അടുത്തത്, ഓഫീസിൽ ലഭിക്കുന്ന എല്ലാ ആശയവിനിമയങ്ങളെയും നമ്പറിംഗ് വരെ വിളിക്കുന്നത്. നമ്പറിംഗ് വരെ തപാലെന്ന് വിളിക്കും. ഇൻഡെക്സ് ഹെഡുകളുടെയും സബ് ഹെഡുകളുടെയും പട്ടികയിൽ ബ്രാക്കറ്റിൽ നൽകിയിരിക്കുന്ന തലക്കെട്ടുകൾ അറിയപ്പെടുന്നത്. അങ്ങനെയൊന്നുണ്ട് കേട്ടോ. ഇൻഡെക്സ് ഹെഡ്, സബ് ഹെഡുകൾ, അത് പട്ടികയുണ്ട്. അല്ലാതെ ഒരു ക്ലർക്കോ സൂപ്രണ്ടോ ഒന്നും പുതിയതായിട്ട് ഇൻഡെക്സ് ഹെഡുകൾ കണ്ടുപിടിക്കേണ്ടതില്ല. അതെല്ലാം റെഡി റെക്കനർ പോലെ ഇൻഡെക്സ് ഹെഡുകൾ അവിടെ ഉണ്ട്. അതില് ചിലതില് ഇൻഡെക്സ് ഹെഡുകളുടെയും സബ് ഹെഡുകളുടെയും പട്ടികയിൽ ബ്രാക്കറ്റിൽ നൽകിയിരിക്കുന്ന തലക്കെട്ടുകൾ ഉണ്ടാവും. അതിന് നമ്മൾ എന്ത് പഠിക്കുന്ന ചോദ്യം. അത് ബ്രാക്കറ്റഡ് ഹെഡ്സ് എന്ന് അതിന് വിളിക്കുന്നത്. ബ്രാക്കറ്റഡ് തലക്കെട്ടുകൾ അല്ലെങ്കിൽ ബ്രാക്കറ്റഡ് ഹെഡ്സ്. അടുത്ത ചോദ്യം. ഡെമി ഒഫീഷ്യൽ ടെലിഗ്രാഫി സന്ദേശങ്ങൾ ഉൾപ്പെടെയുള്ള അനൌദ്യോഗിക റഫറൻസുകളും മറുപടിയും അടങ്ങിയ ഫയല് അറിയപ്പെടുന്നത്. ഫയലാണ്. ഡെമി ഒഫീഷ്യൽ ഉണ്ടാവും, ടെലഗ്രാഫിക് സന്ദേശങ്ങൾ ഉണ്ടാവും, അനൌദ്യോഗിക റഫറൻസ് ഉണ്ടാവും. ഇതെല്ലാം കൂടി അടങ്ങിയ ഫയലിനെയാണ് നമ്മൾ നോട്ട് ഫയൽ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം. സെക്ഷനിൽ ലഭിക്കുന്ന കറണ്ടുകൾ PR രേഖപ്പെടുന്ന ആര് വഴിയാണ്? സബ്ജക്ട് ക്ലർക്കാണ് രേഖപ്പെടുന്നത്. ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്ററിൽ ഉൾപ്പെടുത്താത്ത തരം പേപ്പറുകൾ ഏതാണ്? താൽക്കാലിക സ്വഭാവമുള്ള പേപ്പറുകളാണ്. പേപ്പേഴ്സ് ഓഫ് എഫിമറൽ ക്യാരക്ടർ.
ഓഫീസിൽ ഒരു ചെക്ക് ലഭിച്ചു. തപാൽ ക്ലർക്ക് സെക്യൂരിറ്റി രജിസ്റ്ററിൽ വിശദാംശങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തുറന്ന് സുരക്ഷിതമായ സൂക്ഷിപ്പിനായി അത് ആർക്കാണ് കൈമാറേണ്ടത്? മാനേജർക്ക് കൈമാറണം. ഈ മാനേജർ എന്ന് പറഞ്ഞാൽ അത് ഈക്വൽ ആയിട്ടുള്ള ഒരു പോസ്റ്റ് എന്ന് പറഞ്ഞാൽ മിനിസ്റ്റീരിയൽ ഹെഡാണ്. അത് നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കുക. ആരാണ് മാനേജർ? നിങ്ങൾ വിചാരിക്കേണ്ടത് സാധാരണ ഓഫീസിലൊന്നും മാനേജർ ഇല്ലല്ലോ. അപ്പോൾ അത് മാനേജർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മിനിസ്റ്റീരിയൽ ഹെഡാണ്. ഇപ്പൊ ഞാനൊരു ഇത് പറഞ്ഞുതരാം. ഒരു വിദ്യാഭ്യാസ വകുപ്പിന്റെ ജില്ലാ ഓഫീസിലുള്ള പിന്നെ മിനിസ്റ്റീരിയൽ ഹെഡ് ആരാണ്? DD അല്ല, മറിച്ച് എ എ ആണ്. അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് എന്ന പോസ്റ്റിലാണ് ആ മിനിസ്റ്റീരിയൽ ഹെഡ് ഉള്ളത്. അപ്പോൾ അങ്ങനെ മിനിസ്റ്റീരിയൽ ഹെഡിന് തുല്യമാണ് മാനേജർ. ഓക്കെ. അടുത്ത ചോദ്യം, പേപ്പറുകൾ പിൻ ചെയ്യുമ്പോൾ പിന്നിന്റെ കൂർത്ത വശം എവിടെയാണ്? മുകളിലേക്ക് വിടാൻ പാടില്ല, മുകളിലേക്ക് വിടാൻ പാടില്ല. ഓഫീസിൽ ലഭിക്കുന്ന പേഴ്സണൽ കവറുകളും രഹസ്യം അല്ലെങ്കിൽ കോൺഫിഡൻഷ്യൽ എന്ന് അടയാളപ്പെടുത്തിയ കവറുകളും തുറക്കുന്നത് ആരാണ്? രഹസ്യം എന്ന് അടയാളപ്പെടുത്തിയ അല്ലെ പേഴ്സണൽ കവർ, അത് എന്താണ്? ആർക്കാണോ അഡ്രസ് ചെയ്തിരിക്കുന്നത്, അഭിസംബോധന ചെയ്തിരിക്കുക, അയാളാണ് തുറക്കേണ്ടത്. അടുത്ത ചോദ്യം, ഡെമി ഒഫീഷ്യൽ ഓക്കെയാണ്. സൂപ്രണ്ടിന്റെ സാന്നിധ്യത്തിൽ മാത്രം കവറിലിട്ട് സീൽ ചെയ്ത് അയക്കേണ്ട പ്രധാനപ്പെട്ട സാധനം എന്താണ്? അത് വിലപിടിപ്പുള്ള വാല്യുബിൾസ് എല്ലാം സൂപ്രണ്ടിന്റെ സാന്നിധ്യത്തിലാണ് കവറിലിട്ട് സീൽ ചെയ്ത് അയക്കേണ്ടത്. അടുത്ത ചോദ്യം, റെക്കോർഡ് റൂം 3 മാസത്തിലൊരിക്കൽ പരിശോധിക്കേണ്ടത് ആരാ? അത് മിനിസ്റ്റീരിയൽ ഹെഡാണ്. അടുത്ത ചോദ്യം, ഇൻഡെക്സ് സ്ലിപ്പിന്റെ പകർപ്പുള്ള ഫയലിന്റെ അന്തിമ തീർപ്പ് സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിന് എങ്ങോട്ടാണ് അയക്കുന്നത്? ഇൻഡെക്സ് സ്ലിപ്പിന്റെ ഫയലും അയക്കുന്നത് എങ്ങോട്ടാണ്? റെക്കോർഡ് റൂമിലേക്കാണ്. അടുത്തത്, ഓഫീസിൽ ലഭിക്കുന്ന അപേക്ഷകളിൽ പതിപ്പിച്ചിട്ടുള്ള സ്റ്റാമ്പുകൾ റദ്ദാക്കുന്നത് ആരാണ്? തപാൽ ക്ലർക്കാണ്. നമുക്കറിയാം, ഓഫീസിൽ അപേക്ഷയുടെ ഒപ്പം പതിപ്പിച്ചിരിക്കുന്ന റവന്യൂ കോർട്ട് ഓഫ് സ്റ്റാമ്പ് പോലുള്ള സ്റ്റാമ്പുകൾ ക്രോസ് ചെയ്ത് 2 വര വരച്ചിട്ട് വീണ്ടും ഉപയോഗിക്കാൻ പറ്റാണ്ടാക്കുന്ന പ്രക്രിയയാണ് ഡീഫേസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ തപാൽ ക്ലർക്കാണ് അത് ചെയ്യുന്നത്. അത് റദ്ദാക്കുക എന്നുകൂടി അർത്ഥമുണ്ട്. സ്റ്റാമ്പുകൾ പിന്നീട് ഉപയോഗിക്കാൻ പറ്റാതാക്കുക. അടുത്ത ചോദ്യം, റഫറൻസിനായിട്ട് ഫയലുകളിൽ മുകളിൽ ഘടിപ്പിക്കുന്ന അക്ഷരങ്ങളോ റോമൻ അക്കങ്ങളോ അച്ചടിച്ച സ്ലിപ്പുകളെ എന്ത് വിളിക്കുന്നു? അപ്പൊ നമ്മൾ ഫയൽ വെക്കുന്ന സമയത്ത് നമ്മൾ ഈ റോമൻ ലെറ്ററുകളോ പിന്നെ അല്ലെങ്കിൽ അക്ഷരങ്ങളോ വെച്ചിട്ട് കളറുകളുള്ള ചെറിയ ചെറിയ സ്ലിപ്പുകൾ ഉണ്ടാക്കിയിട്ട് ഈ ഫയലുകളിൽ ഘടിപ്പിക്കും. അത് റഫറൻസിനായിട്ട് ഫയൽ എളുപ്പം നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് പിന്നെ ഇതിനെ വെക്കുന്നതിന് അക്കങ്ങളോ അടിച്ച സ്ലിപ്പുകൾ വെക്കുന്ന ആ പരിപാടിക്ക് പറയുന്ന പേരെന്താണെന്ന് ചോദിച്ച്, അതിനാണ് നമ്മൾ മലയാളത്തിൽ കൊടികുത്തൽ എന്നൊക്കെ പറയും. ഇംഗ്ലീഷിൽ ഫ്ലാഗിങ് എന്നാണ് അതിന്റെ അർത്ഥം. ഫ്ലാഗിങ്. ഫയലുകൾ റഫറൻസിനായിട്ട് മുകളിൽ പഠിപ്പിക്കുന്ന അക്ഷരങ്ങളോ അക്കങ്ങളോ ഉപയോഗിച്ചുള്ള ചെറിയ സ്ലിപ്പുകൾ വെക്കും ഫയലിന്റെ ഇടയിൽ. അതാണ് ഫ്ലാഗിങ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, തപാൽ ബുക്കിൽ 5 കോളങ്ങളുണ്ട്. 5 കോളങ്ങൾ എന്ന് പറഞ്ഞാൽ 4 നമ്പർ 1 ആണ് കേട്ടോ. എന്താ ഈ 4 നമ്പർ 1 എന്ന് പറഞ്ഞാല്? അത് ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്റർ ആണ്. അതിനെ മറ്റൊരു പേരിൽ വിളിക്കുന്നു. അത് ഞാൻ പറഞ്ഞുപോയി. ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്റർ എന്നാണ് മറ്റൊരു പേര്. ഒരു പ്രത്യേക പേപ്പറുമായി ബന്ധപ്പെട്ട് ഇൻഡെക്സിലുള്ള എൻട്രി എന്ത് വിളിക്കുന്നു? വീണ്ടും ഇപ്പൊ 4 ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ചോദ്യമാണിത് കേട്ടോ. ഒരു പ്രത്യേക പേപ്പറുമായി ബന്ധപ്പെട്ട് ഇൻഡെക്സിലുള്ള എൻട്രിയെ ടൈറ്റിൽ എന്നാണ് വിളിക്കുന്നത്. ടൈറ്റിൽ. എല്ലാ ചോദ്യപേപ്പറിലും ഉണ്ട ഒരു ചോദ്യമായിരുന്നു ഇത്. അതായത് അടുത്ത ചോദ്യം, അവധി ദിവസങ്ങളിൽ ഓഫീസ് സമയത്തിന് ശേഷം ലഭിക്കുന്ന അടിയന്തര ആശയവിനിമയങ്ങൾ ഓഫീസ് മേധാവിക്ക് അയക്കാൻ ഉത്തരവാദപ്പെട്ട ജീവനക്കാരൻ ആരാണ്? ഒരു പേപ്പർ വന്നു, അടിയന്തര സന്ദേശമാണ്, അത് ഹെഡ് ഓഫ് ഓഫീസിന് അയച്ചു കൊടുക്കണം, എത്തിച്ചു കൊടുക്കണം. അതിന്റെ ഉത്തരവാദപ്പെട്ട ലീവ് ഹൗസ് ആണ്. അപ്പോൾ അവിടെ ഉണ്ട ഡ്യൂട്ടി ക്ലർക്കാണ്. ഡ്യൂട്ടി ക്ലർക്കിന്റെ അടുത്തായിരിക്കുമല്ലോ അത് എത്തുക. ക്ലർക്ക് ഒരു പുതിയ പേഴ്സണൽ രജിസ്റ്റർ തുറക്കുന്നത് എപ്പോഴാണ്? ഓരോ കലണ്ടർ വർഷത്തിലും പുതിയത് തുറക്കും. എന്ന് പറഞ്ഞാൽ ഓരോ ജനുവരിയിലും തുറക്കും എന്നർത്ഥം. അടുത്ത ചോദ്യം, പേഴ്സണലിന്റെ PR എത്ര കാലം സൂക്ഷിക്കണം? 3 വർഷം. നിലവിലുള്ള ഫയലിലെ പേപ്പറുകൾ ക്രമീകരിക്കേണ്ടത് എങ്ങനെയെന്നും അവ ഏത് ക്രമത്തിൽ മഷി ഉപയോഗിച്ച് വ്യക്തമായി നമ്പർ ചെയ്യണമെന്നും പറയണം. അത് സൂക്ഷിക്കേണ്ടത് കാലക്രമത്തിൽ, വന്ന ക്രമത്തിലാണ്. ആ ഡേറ്റ് ബാർ ആണ് അത് സൂക്ഷിക്കേണ്ടത്. അതിനാണ് നമ്മൾ ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറയുന്നത്.
സെക്യൂരിറ്റി രജിസ്റ്ററിൽ 9 കോളങ്ങളുണ്ട്. എത്ര വർഷത്തിന് ശേഷമാണ് സെക്യൂരിറ്റി രജിസ്റ്റർ നശിപ്പിക്കുക? 10 വർഷത്തിന് ശേഷമാണ് സെക്യൂരിറ്റി രജിസ്റ്റർ നശിപ്പിക്കുക. കീഴ് ജീവനക്കാരോട് ആശയവിനിമയം നടത്തുന്നതല്ലാതെ മറ്റൊരു നടപടിയും ആവശ്യമില്ലാത്ത സർക്കാർ ഉത്തരവുകൾ പേഴ്സണൽ രജിസ്റ്ററിൽ ചേർക്കാതെ എവിടെയാണ് ഫയൽ ചെയ്യേണ്ടത്? അത് റെക്കോർഡ് ഫയലിലാണ് ചെയ്യേണ്ടത്. റെക്കോർഡ് ഫയലിലാണ് അത് ഫയൽ ചെയ്യേണ്ടത്. സമർപ്പിക്കാനായി ഒരു നോട്ട് തയ്യാറാക്കുമ്പോൾ പേപ്പറിന്റെ ഇരുവശങ്ങളിലും എത്ര മാർജിൻ വേണം? 1/3 മാർജിൻ ഇരുവശങ്ങളിലും വേണം. നോട്ട് ഫയലിൽ മുകളിൽ വെക്കേണ്ട ഫ്ലൈ ലീഫിന്റെ നിറം. നോട്ട് ഫയലിൽ മഞ്ഞയാണ്. നോട്ട് ഫയലിൽ മഷിയിൽ രേഖപ്പെടുത്തേണ്ട റഫറൻസ് നമ്പറും തീയതിയും ഏത് നിറത്തിലായിരിക്കണം? ചുവപ്പ് നിറത്തിലായിരിക്കണം. അടുത്ത ചോദ്യം. ഒരു ഫയല് വളരെ കാലമായി വൈകി എന്ന കാരണത്താൽ മാത്രം അത് ക്ലോസ് ചെയ്യുന്ന രീതി കർശനമായി എന്താ? ഡാഷ്. ഒരു ഫയല് വളരെ കാലമായി വൈകി എന്ന കാരണത്താൽ മാത്രം അത് ക്ലോസ് ചെയ്യുന്ന രീതി കർശനമായി ഡാഷ് എന്ന ആ ഡാഷ് നിരോധിച്ചിരിക്കുന്നു. അങ്ങനെ കർശനമായി നിരോധിച്ചിരിക്കുന്ന വൈകി എന്ന കാരണത്താൽ അത് ക്ലോസ് ചെയ്യാൻ പാടില്ല. താഴെ പറയുന്ന ഉടൻ തന്നെ താഴെ പറയുന്നവരിൽ നിന്ന് ലഭിക്കുന്ന കത്തുകള്, വിവര വിനിമയങ്ങള് ഉടൻ തന്നെ രസീത് നൽകേണ്ട ആരിൽ നിന്നാണ്? MP-മാരിൽ നിന്നും MLA-മാരിൽ നിന്നും ലഭിക്കുന്ന കത്തുകൾക്കൊക്കെ ഉടൻ തന്നെ രസീത് നൽകണം. പുതിയ ചോദ്യമാണ്. MP-മാര്, MLA-മാർ എന്നിവരിൽ നിന്ന് ലഭിക്കുന്ന കത്തുകള്, വിവര വിനിമയങ്ങൾ എന്നിവയ്ക്ക് റസീറ്റ് നൽകേണ്ടതാണ് ഉടൻ തന്നെ. പേഴ്സണൽ പേപ്പേഴ്സ് ആരുടെ പേരിലാണ് ഇൻഡെക്സ് ചെയ്യുന്നത്? ആ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്റെ പേരിൽ തന്നെ. നമ്മൾ നിരവധി ചോദ്യങ്ങൾ അത് കണ്ടതാണ്. ഒരു ഡിസ്പോസല് ഇൻഡെക്സ് ചെയ്യുമ്പോൾ, ഡിസ്പോസൽ എന്ന് പറഞ്ഞാല് തീരുമാനം, അന്തിമ തീരുമാനം അല്ലെങ്കിൽ തീർപ്പ്. ഇൻഡെക്സ് ചെയ്യുമ്പോൾ ക്ലർക്ക് പകർപ്പായിട്ട്, ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് തയ്യാറാക്കുന്ന സ്ലിപ്പിനെ എന്ത് വിളിക്കുന്നു? അപ്പോൾ ക്ലർക്ക് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ഒരു സ്ലിപ്പ് തയ്യാറാക്കും. അതിനാണ് നമ്മൾ ഇൻഡെക്സ് സ്ലിപ്പ് എന്ന് പറയുന്നത്. KPSC-യുമായിട്ടുള്ള ബന്ധം, ആശയവിനിമയം, കവർ ലെറ്റർ സഹിത അയക്കേണ്ടത് ആർക്കാണ്? സെക്രട്ടറിക്കാണ്. സെക്രട്ടറി KPSC. ഫെയർ കോപ്പി സൂപ്രണ്ട് ഏത് രജിസ്റ്ററാണ് കൃത്യമായി സൂക്ഷിക്കേണ്ടത്? ഫെയർ കോപ്പി രജിസ്റ്ററാണ്. മെമ്മോറാണ്ടം ഫോം ഓഫീസിൽ ഉപയോഗിക്കുന്നത് ആഭ്യന്തര ആവശ്യങ്ങൾക്ക്, ആ ഓഫീസിലുള്ള ആവശ്യങ്ങൾക്കാണ് മെമ്മോറാണ്ടം ഫോം ഉപയോഗിക്കുന്നത്. എങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കറണ്ട് ഫയലുകളിൽ തന്നെ ഡ്രാഫ്റ്റുകൾ എഴുതാം? സിമ്പിൾ കേസിൽ, വളരെ ലളിതമായ കേസുകളിൽ വളരെ ലളിതമായ ഡ്രാഫ്റ്റുകൾ എവിടെ തന്നെ എഴുതാം? കറണ്ട് ഫയലിൽ തന്നെ എഴുതാം. ഓഫീസ് മേധാവിക്ക്, പുതിയ ചോദ്യമാണ്, ഓഫീസ് മേധാവിക്ക് പുറത്തേക്ക് അയക്കേണ്ട കത്തുകളിൽ ഒപ്പിടാൻ ലഭ്യമല്ലെങ്കിൽ എന്ത് ചെയ്യണം? അപ്പോൾ ഒരു ഓഫീസ് മേധാവി തന്നെ അയക്കേണ്ട കത്താണ്, എന്നാൽ ഓഫീസ് മേധാവി തൽക്കാലം ലഭ്യമല്ല എങ്കിൽ എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ആ ഓഫീസ് മേധാവിയുടെ പദവിക്ക് മുമ്പായിട്ട് 4 എന്ന് രേഖപ്പെടുത്തിയിട്ട് ഒപ്പിടണം. 4, അതായത് ഓഫീസ് മേധാവിക്ക് വേണ്ടി എന്ന അർത്ഥത്തിൽ 4 എന്ന് വെച്ചിട്ട് ഒപ്പിടണം. അപ്പോൾ ഹെഡ് ഓഫ് ദി ഓഫീസിന്റെ മുമ്പിൽ എന്തെഴുതണം? 4 എന്ന് കൂടി രേഖപ്പെടുത്തുക. സൂപ്രണ്ട്, ഫെയർ കോപ്പി വിഭാഗം എന്നിവർ റെക്കോർഡർ വിഭാഗത്തിലേക്ക് അയക്കാൻ പാടില്ലാത്ത ഡിസ്പോസൽ ഫയലുകൾ ഏതാണ്? ഏത് തരം ഫയലുകളാണ് റെക്കോർഡ് റൂമിലേക്ക് അയക്കാൻ പാടില്ലാത്തത്? അത് ഡിസ്പോസൽ ഫയലുകളാണ്. അടുത്ത ചോദ്യം. എക്സൽ ഡിസ്പോസലുകൾ കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെ? എക്സൽ ഡിസ്പോസൽ എന്ന് പറഞ്ഞാൽ രജിസ്റ്റർ ചെയ്യേണ്ട, പക്ഷെ അവിടെ സൂക്ഷിക്കണം. അതിനാണ് ഡു നോട്ട് രജിസ്റ്റർ ബട്ട് ലോഡ്ജ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം. ഡെയിലി വർക്ക് ലോഡ് രജിസ്റ്റർ അതാരാണ്? ടൈപ്പിസ്റ്റ് ആണ് സൂക്ഷിക്കുന്നത്. ഇൻഡെക്സ് സ്ലിപ്പുകളിൽ എത്ര ദ്വാരങ്ങൾ പഞ്ച് ചെയ്യാറുണ്ട്?
അതിലൂടെയാണ് അവ കൃത്യമായ അക്ഷരമാലാക്രമത്തിൽ ക്രമീകരിക്കുന്നത്. ഇൻഡെക്സ് സ്ലിപ്പിൽ, പുതിയ ചോദ്യമാണ്, ഇൻഡെക്സ് സ്ലിപ്പുകൾ ഫയൽ ചെയ്യുമ്പോൾ 2 ദ്വാരങ്ങൾ ഇടണം. അതിലൂടെയാണ് അവ കൃത്യമായ അക്ഷരമാലാക്രമത്തിൽ ക്രമീകരിക്കുന്നത്. 2 ഹോൾസ് ആണ് ഇടേണ്ടത് ഇൻഡെക്സ് സ്ലിപ്പിൽ. ഏത് കേസിലാണ് നിർബന്ധമായിട്ട് ഓഫീസ് മേധാവി നേരിട്ട് ഒപ്പിടേണ്ടത്? അത് അച്ചടക്ക നടപടി കേസുകളിലാണ്. ഡിസിപ്ലിനറി കേസുകളിൽ ഓഫീസ് മേധാവി നേരിട്ട് ഒപ്പിടണം. ഒരു MP അടിയന്തര വിഷയത്തിനായി ഒരു ഉദ്യോഗസ്ഥന് പേരെടുത്ത് കത്തെഴുതിയാൽ ചട്ടപ്രകാരം MP മറുപടി നൽകേണ്ടത് ആരാണ്? അത് ആ കത്ത് കിട്ടിയ അഡ്രസ്സ് ചെയ്തിരിക്കുന്ന ഏത് ഉദ്യോഗസ്ഥനാണോ ആ ഉദ്യോഗസ്ഥനാണ് മറുപടി നൽകേണ്ടത്. ഡെസ്പാച്ച് ക്ലർക്ക് ഡെസ്പാച്ച് സീൽ എവിടെയാണ് പതിക്കേണ്ടത്? അത് നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്. ആ സീൽ പതിക്കുന്നത് ഓഫീസ് കോപ്പിയിലാണ്. ഡെസ്പാച്ച് ക്ലർക്ക് ഓഫീസ് കോപ്പിയിലാണ് ഡെസ്പാച്ച്ഡ് എന്ന സീല് പതിക്കുന്നത്. ഓഫീസിലെ കറണ്ടുകളും അനുബന്ധ രേഖകളും ടാഗ് ചെയ്യുന്നതിനായി പഞ്ച് ചെയ്യുന്നത് ഏത് വശത്താണ്? പഞ്ച് ചെയ്യുന്നത്, ടാഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടതുവശത്തെ മൂലയിലാണ്. അടുത്ത ചോദ്യം, ഒരു മന്ത്രിയിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥന് നിർദ്ദേശം ലഭിച്ചാൽ അത് ആരുടെ ശ്രദ്ധയിൽപ്പെടുത്തണം? അത് വകുപ്പ് മേധാവിയുടെ, ഹെഡ് ഓഫ് ഓഫീസിന്റെ, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റിന്റെ, ഹെഡ് ഓഫ് ഓഫീസ് അല്ല, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റിന്റെ ശ്രദ്ധയിൽ പെടുത്തണം. അടുത്ത ചോദ്യം, ഫെയർ കോപ്പി സൂപ്രണ്ടിന് നൽകിയ പേപ്പറുകൾ അയക്കേണ്ടത് എപ്പോഴാണ്? 24 മണിക്കൂറിനുള്ളിൽ അയക്കണം. ഇഷ്യൂ ചെയ്ത് 24 മണിക്കൂറിനുള്ളിൽ. അതൊക്കെ നമ്മൾ നിരവധി തവണ പറഞ്ഞ ചോദ്യങ്ങളാണ്. റെക്കോർഡ് കീപ്പർ, റെക്കോർഡ് സെക്ഷനിൽ നിന്ന് ഒരു രേഖ ലഭിക്കുമ്പോൾ റിക്വസിഷനിൽ ഏത് നമ്പറാണ് രേഖപ്പെടുത്തേണ്ടത്? റിക്വസിഷനിൽ കറണ്ട് നമ്പറാണ് രേഖപ്പെടുത്തേണ്ടത്. റിക്വസിഷൻ സ്ലിപ്പ് പൂരിപ്പിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ റെക്കോർഡ് സെക്ഷനിൽ നിന്ന് ഒരു രേഖ ലഭിക്കാൻ വേണ്ടി അത് സ്ലിപ്പ് പൂരിപ്പിക്കുമ്പോൾ ഏത് നമ്പറാണ് രേഖപ്പെടുത്തേണ്ടത്? പുതിയ ചോദ്യമാണ്. അത് കറണ്ട് നമ്പറാണ് രേഖപ്പെടുത്തേണ്ടത്. ഓരോ മാസവും സെക്ഷനുകളിൽ നിന്ന് ലഭിച്ച കുടിശ്ശിക ലിസ്റ്റുകൾ, അരിയർ ലിസ്റ്റുകൾ ക്രോഡീകരിച്ച് ഓഫീസ് മേധാവിക്ക് സമർപ്പിക്കേണ്ടത് ഏത് ദിവസമാണ്? അരിയർ ലിസ്റ്റ്, അരിയർ ഫയലുകളുടെ, തീർപ്പാക്കാത്ത ഫയലുകളുടെ ഒരു ലിസ്റ്റ് ക്രോഡീകരിച്ചിട്ട് ഓഫീസ് മേധാവിക്ക് സമർപ്പിക്കേണ്ടത് ഓരോ മാസവും 10-ാം തീയതിയാണ്. ഓരോ മാസവും 10-ാം തീയതിയാണ്. കേരള സർക്കാർ പൊതുവെ ഉപയോഗിക്കുന്ന കത്തയക്കാനുള്ള ഫോം ഏതാണ്? അത് ലെറ്റർ ഫോമിലാണ് കത്തുകൾ അയക്കുക. ഔദ്യോഗിക കത്തുകളിലെ അഭിസംബോധന രീതി ഏതാണ്? സാധാരണ സർ അല്ലെങ്കിൽ മാഡം. ഓഫീസിലെ ക്ലർക്ക് സൂക്ഷിക്കുന്ന പേഴ്സണൽ രജിസ്റ്ററിലെ കോളങ്ങളുടെ എണ്ണം എത്രയാണ്? 1 മുതൽ 10 വരെ. മറുപടികൾ പകർത്തുക, താരതമ്യം ചെയ്യുക, അയക്കുക എന്നിവയ്ക്ക് ഉത്തരവാദിയായ ഉദ്യോഗസ്ഥൻ ആരാണ്? മറുപടിയെ പകർത്തുക, താരതമ്യം ചെയ്യുക, അയക്കുക, അതാണ് ഇഷ്യൂ ചെയ്യുക. അതിന്റെ ഉത്തരവാദിത്തം ഫെയർ കോപ്പി സൂപ്രണ്ടാണ്. ഒരു ഫയലിലെ പേപ്പർ മറ്റൊരു ഫയലിൽ പരാമർശിക്കേണ്ടി വരുമ്പോൾ സ്വീകരിക്കേണ്ട നടപടികൾ എന്താണ്? അതായത് ഒരു ഫയലിലെ പേപ്പർ മറ്റൊരു ഫയലിൽ പരാമർശിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ആ ഫയലുകൾ തമ്മിൽ ബന്ധിപ്പിക്കുക. 2 ഫയൽസ് ടു ബി ലിങ്ക്ഡ്. റൂൾ 16 പ്രകാരമുള്ള 16 ഫോം നമ്പർ 16 പ്രകാരമുള്ള രജിസ്റ്റർ പരിപാലിക്കുന്നതിന് ഉത്തരവാദപ്പെട്ടത് ആരാണ്? അത് ടൈപ്പിസ്റ്റ് ആണ്. എന്താ വർക്ക് രജിസ്റ്ററിന്റെ പേര്? ഡെയിലി വർക്ക് ലോഡ് രജിസ്റ്റർ എന്നാണ് അതിന്റെ പേര്. ഇക്കണോമി സ്ലിപ്പ് ഒട്ടിച്ച കവർ ഈ ആവശ്യത്തിനായി കയറുമ്പോൾ അതിന് മുകളിലുള്ള സ്ലിപ്പ് എന്തിനാണ്? ആ സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും ഉപയോഗിക്കാം. ആ സ്ലിപ്പ് അങ്ങ് കയറിക്കളെ, അടുത്ത ഒരു സ്ലിപ്പ് ഒട്ടിച്ചാൽ വീണ്ടും വീണ്ടും ഈ കവർ നമുക്ക് ഉപയോഗിക്കാം. ലോക്കൽ ഡെലിവറി ബുക്കിലെ കോളങ്ങളുടെ എണ്ണം എത്രയാണ്? ശ്രദ്ധിക്കുക, വരാത്ത ചോദ്യമാണ്. ലോക്കൽ ഡെലിവറി ബുക്കിലെ കോളങ്ങളുടെ എണ്ണം 6 കോളമാണ് ലോക്കൽ ഡെലിവറി ബുക്കിൽ ഉള്ളത്.
സ്റ്റോക്ക് ഫയൽ സെക്ഷനിൽ സൂക്ഷിക്കേണ്ട എത്ര കാലത്തേക്കാണ്? സ്റ്റോക്ക് ഫയൽ സ്ഥിരമായിട്ട് സൂക്ഷിക്കേണ്ട സാധനം. അത് കാലങ്ങൾക്ക് ശേഷമുള്ള ഉത്തരവുകളും നമുക്ക് അതിൽ നോക്കി മനസ്സിലാക്കാൻ പറ്റും. ഒരു കേസ് അന്തിമമായി തീർപ്പാക്കുമ്പോൾ, ഫൈനൽ ഡിസ്പോസൽ നടത്തുമ്പോൾ നോട്ട് ഫയലിന്റെ അവസാനത്തിൽ എന്താണ് ചേർക്കുന്നത്? നമ്പറും ഡേറ്റയും ചേർക്കും. നോട്ട് ഫയലിന്റെ അവസാനത്തിൽ അതിന്റെ നമ്പറും ഡേറ്റയും ചേർക്കും. ഓരോ ഫയലിലും റഫറൻസിനായി എത്ര ഫ്ലൈ ലീഫുകൾ വെക്കാം? ഒരു ഫ്ലൈ ലീഫാണ് റഫറൻസിനായിട്ട്. ഒരു ഫ്ലൈ ലീഫാണ് ഓരോ ഫയലിലും വെക്കുക. DO കത്തുമായിട്ട്, ഡെമി ഒഫീഷ്യൽ കത്തുമായി ബന്ധപ്പെട്ട ഫെയർ കോപ്പിയിൽ ഒപ്പിടേണ്ടത് ആരാണ്? അഡ്രസ് ചെയ്യപ്പെട്ട ആളാണ്. ഒരേ ഉദ്യോഗസ്ഥന് അയക്കാനുള്ള നിരവധി പേപ്പറുകൾ ഒരേ ദിവസം അയക്കുമ്പോൾ അവ എങ്ങനെ ഉൾപ്പെടുത്തണം? എല്ലാം കൂടി ഒരു കവറിലിട്ട് അയക്കുക വേണ്ടത്. അങ്ങനെ വന്നാൽ ഒരേ ഉദ്യോഗസ്ഥന് ഒരു ദിവസം ഒരുപാട് പേപ്പറുകൾ അയക്കാണ്ട് എല്ലാം കൂടി ഒരു കവറിലിട്ട് അയക്കുക. ഔദ്യോഗിക സ്വഭാവമുള്ള എന്നാൽ രഹസ്യാത്മകമല്ലാത്ത കത്തുകൾ അടങ്ങിയ പാക്കറ്റുകൾക്ക് നൽകേണ്ട വിലാസം എങ്ങനെയുള്ളതായിരിക്കണം? അപ്പൊ നമ്മൾ ഔദ്യോഗിക സ്വഭാവമുള്ള കത്താണ്, എന്നാൽ രഹസ്യ സ്വഭാവം ഇല്ലാത്തതാണ്. അങ്ങനെയാണെങ്കിൽ പാക്കറ്റുകളിൽ എങ്ങനെ അഡ്രസ്സ് എഴുതേണ്ടതെന്നാണ് ചോദിച്ചത്. അദ്ദേഹത്തിന്റെ ഔദ്യോഗിക പദവി, പേര് വെച്ചിട്ടുള്ളതല്ല വേണ്ടത്. ഔദ്യോഗിക പദവി, ടു ദ സൂപ്രണ്ട്, ടു ദ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ടു ദ ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷണൽ ഓഫീസർ, ആ രീതിയിലാണ് എഴുതേണ്ടത്. ഡെസ്പാച്ച് കം സ്റ്റാമ്പ് അക്കൗണ്ട് രജിസ്റ്ററിൽ എത്ര കോളം ഉണ്ട്? 1 മുതൽ 8 വരെ കോളങ്ങളാണ് സ്റ്റാമ്പ് അക്കൗണ്ട് രജിസ്റ്ററിൽ. ഡെസ്പാച്ച് കം സ്റ്റാമ്പ് അക്കൗണ്ട് രജിസ്റ്റർ. താഴെ പറയുന്നവയിൽ തരം കത്തുകൾ പ്യൂൺ വഴി ഉദ്യോഗസ്ഥരുടെ വീടുകളിലേക്ക് അയക്കുമ്പോൾ അത് ഡെലിവറി ചെയ്യുന്നതിൽ കാലതാമസം ഉണ്ടാകുന്നില്ലെന്ന് ഉറപ്പാക്കാൻ അവ കൈമാറുന്ന സമയം കവറിന് പുറത്തോ അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ലിപ്പിലോ രേഖപ്പെടുത്തണം. ഏത് തരം കത്തുകൾക്കാണ് ഇത് ബാധകം? പ്യൂണിന്റെ അടുത്ത് കൊടുത്തു വിടുമ്പോൾ സമയം രേഖപ്പെടുത്തണം, പ്രത്യേകമായിട്ട് കൊടുത്തു വിടുന്ന സമയം, അത് നിർബന്ധമാണ്. അത് ഏതുതരം കത്തുകളാണ്? അടിയന്തരവും ഉടനടി കൈമാറേണ്ടതുമായ പേപ്പറുകൾ, അർജന്റ് ആൻഡ് ഇമ്മീഡിയറ്റ് ലെറ്റേഴ്സിനാണ് ഇത് ബാധകമായിട്ടുള്ളത്. അടുത്ത ചോദ്യം. തയ്യാറാക്കിയ ഇൻഡെക്സ് സ്ലിപ്പുകളുടെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പികളിൽ ഒന്ന് ഡിസ്പോസലിനോടൊപ്പം ചേർത്ത് റെക്കോർഡ് കീപ്പർക്ക് അയക്കുന്നു. മറ്റേത് ആരുടെ പക്കലാണ് സൂക്ഷിക്കേണ്ടത്? മറ്റേത് ക്ലർക്കിന്റെ പക്കൽ തന്നെ സൂക്ഷിക്കണം. അടുത്ത ചോദ്യം. നിയമനങ്ങള്, അവധി, ടൂറ്, മീറ്റിംഗ് മിൻസ്, സർക്കുലറുകൾ തുടങ്ങിയവ സംബന്ധിച്ച പേപ്പറുകൾ പ്രത്യേക ബണ്ടിലായി സൂക്ഷിക്കുന്നു. ഇതിനെ എന്താണ് വിളിക്കുന്നത്? അത് ജനറൽ റെക്കോർഡ് ഫയൽ എന്നാണ് വിളിക്കുന്നത്. വാർഷിക ഇൻഡെക്സ് പട്ടിക, ആനുവൽ ഇൻഡെക്സ് പട്ടിക താഴെ പറയുന്ന എത്ര വർഷത്തിന് ശേഷം നശിപ്പിക്കാമെന്ന്? 20 വർഷമാണ്. ഡെസ്പാച്ച് ക്ലർക്ക് കത്തുകൾ ഡെലിവറിക്കായിട്ട് ഏത് രജിസ്റ്ററാണ് രേഖപ്പെടുത്തുക? ഡെസ്പാച്ച് ക്ലർക്ക് ഡെലിവറിക്കായിട്ട് ലോക്കൽ ഡെലിവറി രജിസ്റ്ററിൽ രേഖപ്പെടുത്താം. ഈ പട്ടികയിൽ കൂട്ടിച്ചേർക്കലുകളോ ഭേദഗതികളോ വരുത്തുന്നതിന് ഓഫീസ് മേധാവിയുടെ അനുമതിയോടെ മാത്രമേ സാധിക്കൂ. അത് ഇൻഡെക്സ് ഹെഡുകളുടെ പട്ടിക. ഇൻഡെക്സ് ഹെഡുകൾ റെഡിമെയ്ഡ് ആയിട്ട് നമുക്ക് പട്ടിക ലഭ്യമാണ്. അതിൽ എന്തെങ്കിലും ചെറിയ വ്യത്യാസം വരുത്തണമെങ്കിൽ അത് ഓഫീസ് മേധാവിയുടെ അനുമതിയോടുകൂടി മാത്രമേ ഒരു ഹെഡ് മാറ്റി എഴുതാൻ പറ്റുള്ളൂ. ഓഫീസ് മേധാവി നിശ്ചയിച്ച ഷെഡ്യൂൾ അനുസരിച്ച് സൂപ്രണ്ടും മാനേജരും ഓഫീസ് മേധാവിയും കൂടി ഈ രജിസ്റ്റർ പരിശോധിക്കേണ്ടതുണ്ട്. ഏത് രജിസ്റ്റർ ആണെന്നാണ് ചോദിച്ചത്? രജിസ്റ്റർ ഓഫ് പീരിയോഡിക്കൽസ് ആണ്, ആനുകാലികങ്ങളുടെ രജിസ്റ്റർ. ഒരു ഓഫീസ് ജീവനക്കാരൻ ഓഫീസിൽ ഹാജരാകാൻ ഓഫീസ് മേധാവിയുടെ അനുമതി ആവശ്യമാണ്. എങ്ങനെ ഹാജരാവാൻ അനുമതി ആവശ്യം? വൈകി വന്നാൽ അതിന് അനുമതി ആവശ്യമുണ്ട്. ഉച്ചഭക്ഷണത്തിന് എത്ര സമയമാണ് അനുവദിച്ചിരിക്കുന്നത്? 45 മിനിറ്റ് ആണ്. റഫറൻസിനായി ഉപയോഗിക്കുന്ന ഈ ഫയലിന്റെ പേജുകൾ ചുവപ്പ് മഷിയിൽ നമ്പർ ചെയ്യണം. റഫറൻസിന് ഉപയോഗിച്ചിരിക്കുന്ന ഫയലാണ്, അപ്പോൾ അത് സ്റ്റോക്ക് ഫയലാണ്. സബ്ജക്റ്റ് ക്ലർക്ക് ഒരു കലണ്ടർ വർഷത്തേക്ക് സൂക്ഷിക്കുന്ന 12 പേജുകളുള്ള ഡയറിയെ വിളിക്കുന്നത്, 12 പേജുകളിലെ ഡയറി റിമൈൻഡർ ഡയറിയാണ്. ഒരു മാസത്തേക്ക് ഒരു പേജ് വെച്ചാണ് അതിൽ
അതുകൊണ്ടാണ് 12 പേജ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് റിമൈൻഡർ ഡയറിയാണ്. താൽക്കാലികമായി മാറ്റിവെക്കാൻ ഉത്തരവിട്ട കേസുകളെ പറയുന്നത്, താൽക്കാലികമായി മാറ്റിവെക്കാൻ ഉത്തരവിട്ട കേസുകളെ പറയുന്ന പേര് ലൈ ഓവർ എന്നാണ്. LIE ഓവർ, ലൈ ഓവർ എന്നാണ്. റിമൈൻഡർ ഡയറി ഇടയ്ക്കിടെ പരിശോധിക്കാൻ ഉത്തരവാദപ്പെട്ടവർ ആര്? സൂപ്രണ്ടും ബന്ധപ്പെട്ട ഓഫീസറും. ഇത്തരത്തിലുള്ള സന്ദേശങ്ങളെ ഡെമി ഒഫീഷ്യൽ ആശയവിനിമയങ്ങളായിട്ട് കണക്കാക്കും. ഉത്തരം ടെലിഫോൺ സന്ദേശങ്ങളാണ്. ടെലിഫോൺ സന്ദേശങ്ങൾ ഡെമി ഒഫീഷ്യൽ ആശയവിനിമയങ്ങളായിട്ട് കണക്കാക്കും. നേരത്തെ വന്ന ചോദ്യമാണ്. കേരള സർക്കാരിന് കീഴിലുള്ള ജീവനക്കാർ ഓഫീസിലെ ഹാജർ രജിസ്റ്ററിൽ ദിവസവും എത്ര തവണ ഹാജർ രേഖപ്പെടുത്തണം? 2 തവണ. രാവിലെ ഉച്ചയ്ക്ക് 2 തവണ രേഖപ്പെടുത്തണം. ഓഫീസിലേക്ക് തിരികെ മാർക്ക് ചെയ്ത തീയതി മുതൽ എത്ര ദിവസത്തിനുള്ളിലാണ് പേപ്പർ സാധാരണയായിട്ട് വീണ്ടും സമർപ്പിക്കേണ്ടത്? 5 ദിവസത്തിനുള്ളിലാണ്. 5-day റൂളാണ്. ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് പ്യൂണുമാര് എത്ര മണിക്കാണ് ഹാജരാവേണ്ടത്? 9:30-ക്കാണ്. ഓഫീസ് തുറന്നതിന് ശേഷം, ഓഫീസ് തുറന്നതിന് ശേഷം സൂപ്രണ്ട് ഹാജർ ബുക്ക് ക്ലോസ് ചെയ്യുന്നത് എപ്പോഴാണ്? 10 മിനിറ്റിന് ശേഷമാണ് ഹാജർ ബുക്ക് ക്ലോസ് ചെയ്യുക. അടുത്ത ചോദ്യം, രഹസ്യ സ്വഭാവമുള്ള രേഖകൾ ഓഫീസ് മേധാവിയോ അല്ലെങ്കിൽ ഉത്തരവാദപ്പെട്ട മറ്റുദ്യോഗസ്ഥരോ സൂക്ഷിക്കേണ്ടത് എങ്ങനെയാണ്? അത് ഒന്നുമില്ല, അണ്ടർ ലോക്ക് ആൻഡ് കീ എന്ന് പറഞ്ഞാൽ പൂട്ടി സൂക്ഷിക്കണം എന്നാണ് അർത്ഥം. ഓക്കെ, ഇതൊരു ഫുൾ ചോദ്യ പേപ്പറാണ് നമ്മൾ പറഞ്ഞു തീർത്ത്. ചില ചോദ്യങ്ങൾ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് തവണ ചോദിച്ച് വീണ്ടും വീണ്ടും പറയുമ്പോൾ അത് ഒരു ബോറായിരിക്കില്ലേ? ഓക്കെ, കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. സംശയങ്ങൾ പറയുക, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ഇടുക. നല്ലതായാലും മോശമായാലും ഒക്കെ കമൻറ്റിൽ ഇട്ടോ, ഒരു കുഴപ്പമില്ല. ഓക്കെ.